Dear students, welcome back to the international trade. In the last classes of international trade, we have discussed about the factor price equalization theorem. Today, we are going to discuss about the Stolper-Samuelson theorem. Stolper-Samuelson theorem. അല്ലേ ഇത് നിങ്ങൾ ചില മെറ്റീരിയലുകളിൽ സ്റ്റോപ്ലർ-സാമുവൽസൺ തിയറം എന്ന് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറം എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് ഈ രണ്ട് ഇക്കണോമിസ്റ്റുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. വോൾഫ്ഗാങ് ഫ്രെഡറിക് സ്റ്റോൾപ്പർ. അദ്ദേഹം ജനിക്കുന്നത് 1912 2002 മരണപ്പെട്ടു. ഹി വാസ് എൻ അമേരിക്കൻ എക്കണോമിസ്റ്റ്. Stolper was born in Vienna, the eldest son of economist Gustav Stolper and Toni Stolper. In 1925, the family moved to Berlin and emigrated in 1933 to the United States. In 1938, Stolper completed his economic studies at Harvard University. അദ്ദേഹം ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എക്കണോമിക്സിൽ ബിരുദമെല്ലാം എടുക്കുന്നത്. He was a student of Joseph Schumpeter. From 1938 to 1943, Stolper was assistant professor of economics at Swarthmore College, Swarthmore, PA. In 1945, he participated in the Strategic Bombing Survey, Europe. From 1949, Stolper was professor of economics at the University of Michigan, Ann Arbor. In 1941, Stolper, together with Paul A. Samuelson, propounded the Stolper-Samuelson theorem. Then in 1986, Stolper was a co-founder of the International Joseph A. Schumpeter Society. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഒരു പോൾ എ സാമുവൽസനുമായി ചേർന്നിട്ട് ഈ ഒരു തിയറം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വർഷത്തിലാണ്? 1941. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ദെൻ പോൾ ആൻ്റണി സാമുവൽസൺ ഓർ പോൾ എ സാമുവൽസൺ, അദ്ദേഹം ജനിക്കുന്നത് 1915 മരണപ്പെടുന്നത് 2009. വാസ് എൻ അമേരിക്കൻ എക്കണോമിസ്റ്റ്, ഫസ്റ്റ് അമേരിക്കൻ ടു വിൻ നോബൽ മെമ്മോറിയൽ പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ്. The Swedish Royal Academics started when awarding the prize in 1970 that he has done more than any other contemporary economist to raise the level of scientific analysis in economic theory. The New York Times considered him to be the foremost academic economist of the 20th century. Okay, that is all about the Paul A. Samuelson. Then നമുക്ക് ഈ തിയറിയിലേക്ക് കിടക്കാം. What is the Stolper-Samuelson theorem? The Stolper-Samuelson theorem examines the implications of a change in commodity prices for the real rewards of factors. Like change in commodity prices, അതായത് എക്കണോമിയിൽ ഈ റിയൽ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സിൽ മാറ്റം വരുന്ന സമയത്ത് കമോഡിറ്റി പ്രൈസസിൽ എന്ത് മാറ്റം ആണ് ഉണ്ടാകുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്, സ്റ്റോൾപ്പർ-സാമുവൽസൺ തിയറത്തിൽ പറയുന്നത്. The factor price equalization theory relates movements in commodity prices to the ratio of factor rewards. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലേ. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? അവിടെ റിലേറ്റ് ചെയ്ത് പറയുന്നത് എന്തിനെയൊക്കെയാണ്? മൂവ്മെന്റ്സ് ഇൻ കമ്മോഡിറ്റി പ്രൈസസ് ടു ദ റേഷ്യോ ഓഫ് ഫാക്ടർ റിവാർഡ്സ് അല്ലേ. ഫാക്ടർ റിവാർഡ്സ് അല്ലെങ്കിൽ ഫാക്ടറിൽ വരുന്ന റേഷ്യോയ്ക്ക് അനുസരിച്ച് കമ്മോഡിറ്റി പ്രൈസസിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Okay, but the Stolper-Samuelson theorem relates movements in commodity prices to individual rewards. Okay, commodity price in the movement, individual rewards like commodity price in the movement ആണ് ഇദ്ദേഹം സ്റ്റോൾപ്പർ ആൻഡ് സാമുവൽസൺ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. It states that in a two-factor two-commodity economy, a rise in the price of a commodity increases the real reward of the abundant factor used in the production of the commodity. തിയറത്തിൽ പറയുന്നത് എന്താ? ഇൻ എ ടു ഫാക്ടർ ടു കമ്മോഡിറ്റി എക്കണോമി, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ രണ്ട് കമ്മോഡിറ്റി നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസ് ദ റിയൽ റിവാർഡ് ഓഫ് ദ അബണ്ടന്റ് ഫാക്ടർ. കമ്മോഡിറ്റി പ്രൈസസിൽ ഉണ്ടാകുന്ന വർധനവ് എന്തിൻ്റെ റിവാർഡാണ് വർദ്ധിക്കുന്നത്? അബണ്ടന്റ് ഫാക്ടറിൻ്റെ. ആ ഒരു എക്കണോമിയിൽ ഏത് ഫാക്ടറാണോ അബണ്ടന്റ് ആയിട്ടുള്ളത് ആ ഫാക്ടറിൻ്റെ റിവാർഡ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഈ ഒരു തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഓഫ് വിച്ച് ദ പ്രൈസ് ഹാസ് റൈസൺ ആൻഡ് ഡിക്രീസസ് ദ റിവാർഡ് ഫോർ ദ സ്കേഴ്സ് ഫാക്ടർ അല്ലേ. അതായത് ഈ ഒരു സ്കേഴ്സ് ഫാക്ടറിൻ്റെ പ്രൈസ് റിവാർഡ് കുറയുകയും
ആൻഡ് വൈസ് വേഴ്സ അല്ലെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും. എന്താ, അബൻഡൻറ്റ് ഫാക്ടറിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ കമോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന വ്യത്യാസം അവിടെ അബൻഡൻറ്റ് ഫാക്ടറിൽ റിവാർഡ് എന്താ ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നു. നേരെ തിരിച്ച് സംഭവിക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു തിയറി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തൊക്കെയാണ് ഈ സാമുവൽസൺ തിയറം മുന്നോട്ട് വയ്ക്കുന്ന അസംഷൻസ് എന്നുള്ളത് നോക്കാം. Okay, first assumption: there are two countries which trade with each other, but the analysis is geometrically confined to one country. Like, രണ്ട് രാഷ്ട്രങ്ങളാണ് നിലനിൽക്കുന്നത്. വിച്ച് ട്രേഡ് വിത്ത് ഈച്ച് അതർ, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ട്രേഡ് ഏർപ്പെടുന്നു. ബട്ട് ദ അനാലിസിസ് ഈസ് ജിയോമെട്രിക്കലി കൺഫൈൻഡ് ടു വൺ കൺട്രി. അല്ലേ, പക്ഷേ ഈ ഒരു അനാലിസിസ് എന്താണ്, ഒരു കൺട്രിയെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് നടത്തുന്നത്. ഓക്കെ, ദിസ് കൺട്രി പ്രൊഡ്യൂസസ് ഓൺലി ടു കമോഡിറ്റീസ്, വീറ്റ് ആൻഡ് വാച്ചസ്. ഈ രണ്ട് കൺട്രീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കമോഡിറ്റീസ് ആണ്. അത് രണ്ട് കമോഡിറ്റീസ് എന്ന് പറയുന്നത് വീറ്റും വാച്ചസും. ഓക്കെ, the next assumption: neither commodity is an input into the production of another. Neither commodity is an input into the production of another. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, neither commodity is an input. അല്ലേ, ഒരു കമോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻപുട്ട് ടു ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ. അതായത് രണ്ട് കമോഡിറ്റീസിനും സെയിം ഇൻപുട്ടുകളല്ല അവിടെ ഉപയോഗിക്കുന്നത്. Then these commodities are produced with only two factors, labor and capital. Okay, there are two factors of production, labor and capital. Then production functions of both commodities are linear and homogeneous of degree 1. And linear homogeneous production function ആണ് രണ്ട് കമോഡിറ്റീസിലും നിലനിൽക്കുന്നത്. Okay, that is another assumption. Then next assumption is both the factors are flexible in supply. Okay, രണ്ട് ഫാക്ടർ സപ്ലൈയും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിക്സഡ്. സോറി, ബോത്ത് ഫാക്ടേഴ്സ് ആർ ഫിക്സഡ് ഇൻ സപ്ലൈ. അല്ലെ, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എന്താണ്, ഫിക്സഡ് ആണ്. അതിൻ്റെ സപ്ലൈയിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. ഫിക്സഡ് സപ്ലൈ ആണ് രണ്ടും നിലനിൽക്കുന്നത്. ബോത്ത് ദ ഫാക്ടേഴ്സ് ആർ ഫുള്ളി എംപ്ലോയിഡ്. അല്ലേ, ദാറ്റ് ഈസ് അണ്ടർ എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നില്ല. രണ്ട് ഫാക്ടറികളും ഒരു എക്കണോമിയിൽ മുഴുവനായിട്ടും ഉപയോഗിക്കുന്നു. And both factors are mobile between the sectors but not between countries. It is also we know that. അല്ലേ, അതായത് ഒരു രാഷ്ട്രത്തിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിനകത്ത് എന്താണ്, ഇറ്റ് ഈസ് മൊബൈൽ. അല്ലേ, പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിരിക്കും. Then it is immobile between the countries. There is perfect competition in factor and product market. Perfect competition ആണ് നിലനിൽക്കുന്നത്. Then the production of watches is relatively capital intensive and that of wheat is relatively labor intensive. രണ്ട് കമോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള അസ്യൂം ചെയ്തു. അതിൽ രണ്ട് കമോഡിറ്റീസിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമോഡിറ്റിയാണ് വീറ്റ് എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഓഫ് വാച്ചസ് ഈസ് റിലേറ്റീവ്ലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. വാച്ച് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് വീറ്റ് ഈസ് ദ ലേബർ ഇൻറ്റൻസീവ് കമോഡിറ്റി. Labor is an abundant factor of production and capital is a scarce factor. ഒരു എക്കണോമി എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ എക്കണോമിയിൽ അബൻഡന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്, ഇറ്റ് ഈസ് എ ലേബർ. Capital is a scarce factor. The terms of trade between the two countries remains unchanged. Terms of trade യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. Opening of trade raises the relative price of wheat. Opening of trade raises the relative price of wheat. അല്ലേ, റിലേറ്റീവ് പ്രൈസിൽ രണ്ട് രാഷ്ട്രങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ് വീറ്റിന്റെ പ്രൈസിൽ വർധനവ് ഉണ്ടാവുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ അസംഷൻസ് ഓഫ് ദിസ് സ്റ്റോപ്പർ-സാമുവൽസൺ തിയറം. ഈ അസംഷൻസ് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അസംഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു അസംഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ അസംഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് തിയറിയിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കടക്കാം. There are two countries which trade with each other but the analysis of geometrically confined to one country. This country produces only two commodities, wheat and watches. Neither commodity is an input to the production of another. These two commodities are produced with only two factors, labor and capital. Production functions of both commodities are linear and homogeneous to degree 1. Both factors are fixed in supply. Both factors are fully employed.
Both factors are mobile between the sectors but not between the countries. There is perfect competition in factor and product markets. The production of watches is relatively capital intensive and that of wheat is relatively labor intensive. പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. വാച്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിയാണ് വാച്ച് എന്ന് പറയുന്നത്. വീറ്റ് എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിയാണ്. Labor is an abundant factor of production and capital is a scarce factor. The terms of trade between the two countries remains unchanged. And opening of trade raises the relative price of wheat. That is all about the assumptions of this Stolper-Samuelson theorem. Then we will explain the theory in the next class. Okay, thank you.